രാഹുൽ ഗാന്ധിയെ കൊല്ലും, കൊട്ടേഷനൊക്കെ റെഡിയാക്കി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാജ്യം വളഞ്ഞിരിക്കുകയാണ് സൈന്യം മാത്രമല്ല BJPയും രാജ്യം മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ കൊല്ലാനോ രാഹുൽ ഗാന്ധിയെ തീർക്കാനോ ഞങ്ങൾ വിട്ടുതരില്ല എന്ന കൃത്യമായ നിലപാട് BJP എടുത്തിരിക്കുകയാണ്. അതായത് BJPയുടെ തന്നെ ഒരു നേതാവാണ് പ്രിന്റു മഹാദേവ്. BJPയുടെ നേതാവാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടി ഉതിർക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് CC ശ്രീകുമാർ, അദ്ദേഹം തൃശ്ശൂരിലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ്. അതായത് DCC ശ്രീകുമാറിൻ്റെ പരാതിയിലാണ് തൃശ്ശൂർ പേരാമംഗലം പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതായത് ഒരാൾക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ തീർക്കാൻ തോന്നുന്നത് എന്ന് ചിന്തിക്കേണ്ടേ എന്നാണ് പലരും ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നൊരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ അദ്ദേഹം മൺമറഞ്ഞു പോയ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ കുടുംബ വാഴ്ചയുടെ, അതായത് നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ ഒക്കെ മകനും ചെറുമകനും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരാളെ കൊല്ലണം എന്ന് പറയുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെയാണ് പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് കൊലവിളി നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്നായിരുന്നു പരാമർശം. ഒരു എതിർ രാജ്യത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിലാണ് സ്വന്തം രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് BJPയുടെ ഭരണത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. ശരിയാണ്, പ്രിന്റു മഹാദേവ് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് BJPയുടെ അസറ്റാണ്. അത് കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എങ്കിലും BJPക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. കാരണം BJPയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മോദി BJP, മോദി BJP, മോദി BJP. ഇതിൽ പരം ഒരു പ്രചരണം BJPക്ക് കിട്ടാനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രിന്റു മഹാദേവൊക്കെ വായി തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞു എന്ന് വച്ചിട്ട് വേണമെങ്കിൽ പ്രിന്റുവിനെതിരെ BJP തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ് ഇയാളെ BJPയുടെ വല്ല നേതാവ് തന്നെ കേസ് കൊടുത്ത് ഇയാളെ പിടിച്ച് അകത്തിടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും രാഹുൽ ഗാന്ധി മരിക്കണമെന്നോ രാഹുൽ ഗാന്ധി കൊല്ലപ്പെടണമെന്നോ കോൺഗ്രസിലെ പലരും ആഗ്രഹിച്ചാൽ പോലും BJP അത് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയുടെ ഒരു നേതാവ് പറഞ്ഞു എന്ന് കരുതി അത് മൊത്തത്തിലുള്ള BJPക്കാർ ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ ഇരുന്ന് പറയുന്നത് എന്താണ്? വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കുറേ ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്, പിന്നെ ഇനി ലോകത്തില്ലാത്ത ബോംബുകളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അത് പൊട്ടിപ്പാളിസായി. അവിടെ മൈലേജ് ആർക്കാ കിട്ടിയത്? BJPക്ക്. രാഹുൽ ഗാന്ധി ഒരു വോട്ട് ചോരി യാത്ര നടത്തി. അവിടെ ചെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി രാഹുൽ ഗാന്ധി പോയ യോഗത്തിൽ മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചു. ആർക്കാ മൈലേജ് കിട്ടിയത്? BJPക്ക്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് രാജ്യവിരുദ്ധമായ പല പ്രസ്താവനകളും നടത്തുന്നുണ്ട്. അതിൽ ആർക്കാ മൈലേജ് കിട്ടുന്നത്? ഇന്ത്യക്ക്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയല്ല, അല്ലെങ്കിൽ രാജ്യത്തെ വലുതാക്കാൻ രാജ്യത്തിൻ്റെ രക്ഷയല്ല എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ലക്ഷ്യം ഭരണകൂടത്തെ തകർക്കുക എന്നുള്ളതാണ്. അതായത് രാജ്യം വളരണമെന്നോ രാജ്യത്തെ വളർത്തണമെന്നോ ആഗ്രഹമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ഭരിക്കുന്ന സർക്കാരിനെ തകർക്കണമെന്നാണ്. അപ്പോൾ മൈലേജ് കിട്ടുന്നത് ആർക്കാണ്? BJPക്കാണ്. അത് മാത്രമല്ല, ഭരണത്തെ അട്ടിമറിക്കാൻ 2014 മുതൽ നരേന്ദ്രമോദി ഭരണത്തെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റുമായി കാര്യങ്ങൾ സംസാരിച്ച് രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ആ കലാപത്തെ തകർക്കുന്നത് ആരാണ്? BJPയാണ്. അതുവഴി മൈലേജ് കിട്ടുന്നത് ആർക്കാണ്? BJPക്കാണ്. രാഹുൽ ഗാന്ധി ചായക്കടക്കാരനെന്ന് വിളിച്ചു. ആർക്കാണ് മൈലേജ് കിട്ടിയത്? മോദിക്ക്. ഒരാളെ അദ്ദേഹത്തിന്റെ ജോലിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് എന്തിനാണ്?
നിങ്ങൾ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആളുകൾക്ക് ചായക്കടക്കാരെ പുച്ഛമാണോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ആളുകൾ രംഗത്ത് വന്നു. മൈലേജ് കിട്ടിയത് ആർക്കാണ്? മോദിക്കാണ്. രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന മുഴുവൻ കാര്യങ്ങളും മോദിക്കെതിരെയും രാജ്യത്തിനെതിരെയുമാണ്. മൈലേജ് കിട്ടുന്നത് ആർക്കാണ്? BJPക്കാണ്, മോദിക്കാണ്. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി പറയുന്ന വിഡ്ഢിത്തരങ്ങളും രാഹുൽ ഗാന്ധി പറയുന്ന പൊള്ളത്തരങ്ങളും രാഹുൽ ഗാന്ധി പറയുന്ന കള്ളത്തരങ്ങളും രാഹുൽ ഗാന്ധി പറയുന്ന രാജ്യവിരുദ്ധതയും ഒക്കെ ഫലം ചെയ്യുന്നത് ആർക്കാണ്? BJPക്കാണ്. ആ BJP രാഹുൽ ഗാന്ധി ശത്രുവാണെങ്കിൽ രാഹുലിനെ ശത്രുവായി പോലും BJP കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളിൽ CRPFനെ അറിയിക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ ജീവൻ BJPയിലെ പല നേതാക്കളെക്കാളും BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും BJP പറയുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി BJPയുടെ അസറ്റാണ്. രാഹുൽ ഇല്ലാത്ത ഒരു BJPയെ കുറിച്ച് BJPക്കാർക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധി BJPക്ക് കൊടുക്കുന്ന ഒരു മൈലേജ് മറ്റേതെങ്കിലും പാർട്ടിക്ക് BJPക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ മൈലേജ് കൊണ്ടാണ് BJP പിടിച്ചു നിൽക്കുന്നതെന്നും ഞാൻ പറയുന്നില്ല. കാരണം BJPക്ക് BJPയുടേതായ വികസന പദ്ധതികളുണ്ട്. BJP ദീർഘവീക്ഷണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. BJPക്ക് കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് എങ്ങനെ പ്രചരണം നടത്തണമെന്നും എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കണമെന്നും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നും അധികാരം കിട്ടിയാൽ അത് കുടുംബവാഴ്ചയിലൂടെ കിട്ടിയ അധികാരമല്ല, അത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട്, അതായത് മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അച്ഛന്റെയും പേരിൽ കിട്ടിയ അധികാരമല്ല. അല്ലാണ്ട് അമ്മുമ്മയുടെ മൂക്ക് പോലെ, അമ്മുമ്മയുടെ തല പോലെ, അമ്മുമ്മയുടെ നെറ്റി പോലെയും അമ്മുമ്മയുടെ ചുണ്ട് പോലെയും ഇരുന്നിട്ട് കിട്ടിയ നാലോട്ടല്ല എന്ന് BJPക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് അവർ അത് കൃത്യമായി അവർക്കവിടെ എവിടെ ഉപയോഗിക്കണമെന്നും എവിടെ അത് കൊണ്ടുപോയി എന്താ പറയുക ഉപയോഗിക്കണമെന്നും നന്നായിട്ടറിയും. അതുകൊണ്ട് അവർ അതിൽ വിജയിച്ചു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോദിയുടെ പദ്ധതികൾ കൃത്യമായി ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ആദ്യം എല്ലായിടത്തും ശൗചാലയം എന്ന പദ്ധതി വന്നപ്പോൾ പറഞ്ഞ എന്താണ്? കക്കൂസ് കൊടുത്താൽ ഇവിടുത്തെ പ്രശ്നം തീരുമോ എന്നുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ നട റോഡിലും റെയിൽവേ പാളത്തിലും ആളുകൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും, സൈഡിലൊക്കെ സ്ത്രീകളിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നത്. അതിനൊക്കെ ഒരു അറുതി വരുത്തിയത് നരേന്ദ്രമോദിയുടെ ഈ ഒരു എന്താ പറയുക ഇത്തരം പദ്ധതികളിലൂടെയാണ്. അപ്പൊ അത്തരം പദ്ധതികൾ നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ രാഹുൽ ഗാന്ധി അതിനെ എതിർക്കാൻ വരും. സ്വാഭാവികമായും BJPക്ക് മൈലേജ് കിട്ടും. അതുപോലെ പല പല പദ്ധതികൾ UPI ഇടപാട് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു പച്ചക്കറിക്കാരനും മീൻ വിൽക്കുന്നവനും ഒക്കെ എവിടെ ഇരിക്കുന്ന UPI, ഇതൊക്കെ തെറ്റാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരെ ഉപയോഗിക്കുന്ന UPI ആണ്. അപ്പൊ പിന്നെ മൈലേജ് ആരാണ് കൊടുക്കുന്നത്? അങ്ങനെ BJPക്ക് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ BJPയുടെ ഏതെങ്കിലും നേതാവ് ശ്രമിച്ചാൽ BJP വെറുതെ വിടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യില്ല. രാഹുലിന് പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് അല്ല, BJP ആണ്. കാരണം രാഹുലിന്റെ ഈ മണ്ടത്തരങ്ങളൊക്കെ BJPക്ക് വലിയ മൈലേജ് ആണ്. അത് BJP തകർക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ അത് നിങ്ങളുടെ തെറ്റാണ്.